ദീപം 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 തുടങ്ങിക്കോളാ. ദീപം വെച്ചോണ്ട് ദീപക്ക് തുടങ്ങട്ടെ. ദീപം വെച്ചിട്ട് വെൽക്കം ടു എച്ച് അനദർ എപ്പിസോഡ് ഓഫ് വിത്ത് ടോക്സ്. എന്റെ പേര് അനീസ്, ഞാനൊരു സ്റ്റാൻഡപ്പ് കോമിക്കാണ്. എൻ്റെ ഒരു മാധവനാർ, ഞാനൊരു സ്റ്റാൻഡപ്പ് കോമിക്കാണ്. ഞങ്ങൾ എല്ലാവരും സ്റ്റാൻഡപ്പ് കോമിക്സാണ്. അതെ. അപ്പൊ എന്റെ പേര് ജോൺജോ. എന്റെ പേര് ദീപക്. ദീപക് മോഹൻ മാത്രം ആരും ചോദിക്കുന്നില്ലെന്ന്. സ്റ്റാൻഡപ്പ് കോമിക് അല്ലെന്ന് പറയാം. ഞാനൊരു കലാകാരനാണ്. അതാണ് നമ്മുടെ നമ്മുടെ ചോദ്യം. അതായത് എല്ലാവർക്കും കലാപരമായ കഴിവുകൾ ജന്മസിദ്ധമായി കിട്ടുന്നതാണോ, അതോ കലാപരമായ വാട്ടവർ കഴിവുകൾ, ആളുകൾക്കുള്ള കഴിവുകൾ എസ്പെഷ്യലി കലാപരമായ കഴിവുകൾ ജന്മസിദ്ധമാണോ, അതോ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, പഠിച്ചെടുക്കാൻ പറ്റുമോ, ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. കുറച്ചൊക്കെ പറ്റും. അല്ല, ഈ പറഞ്ഞ പോലെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞ പരിപാടി പറ്റും, നമുക്ക് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ എന്തുകൊണ്ട് ആക്ടിങ്ങിന് പോയി നിങ്ങൾ അത് പഠിച്ചെടുത്തിട്ടില്ല? അതാ പറഞ്ഞത്, നമ്മള് ആക്ടിങ് പഠിച്ചെടുത്തോണ്ടിരിക്കണ. ആക്ടിങ് വലിയൊരു പ്രോസസ്സാണ്, പഠിച്ചെടുക്കാൻ കുറച്ചധികം സമയം. നല്ല ആക്ടർ അവൻ 20 വർഷം. അതെ, അങ്ങനെ വേണം, ടൈം വേണം. ഞാൻ അത് എന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഞാൻ അഭിനയം പഠിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. നീ ആ കരയ്ക്ക് നിൽക്കുന്ന ആളാന്ന് പറഞ്ഞാൽ മതി സമുദ്രത്തിൽ. കാരണം അല്ലെങ്കിൽ നിന്റെ അല്ല, ആക്ടിങ് ഒരു സംഭവം വെബ് സീരീസ് ഇറങ്ങുമ്പോൾ ആൾക്കാരെ നയിവെന്ന് മെഴുകും. അതുകൊണ്ട് നീ ഇപ്പഴേ ആ വിനയം പിടിച്ചോ, നല്ലതാണ് പറഞ്ഞത്. ആക്ടിങ് പറയുന്നത് പഠിക്കാൻ ധാരാളം സമയം വേണം, പക്ഷെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഏതൊരു സംഭവമാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്, അതിൽ നമ്മൾ അതിന്റെ ടോപ്പിലേക്ക് എത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സച്ചിന് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുമ്പോൾ ആൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളത് അതല്ല, പക്ഷെ ആളെ ക്രിക്കറ്റിൽ ഇടുന്നതിന് ആളുടെ 100% എഫർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതിലാണ് ഒരു വർക്ക് ഇടണ പോലെ തോന്നാണ്ട് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ട്രെയിൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഏതാന്ന് കണ്ടെത്താൻ നമ്മളതില് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ജീവിതത്തെ പറ്റി പറയാം. ഇവനേതായി വേണം ആദ്യത്തെ കമന്റ്. ഇവനെന്തായാലും പഠിച്ചു മരവാഴ പഴം. അതന്നെ കുട്ടികളെ അങ്ങനല്ല, കുട്ടികളെ ഉണ്ടാക്കണ തീരുമാനിച്ച വാഴ നട്ടപ്പോ അതിൽ നിന്ന് കുലച്ചുണ്ടായ മരവാഴ പഴം. അത് നമ്മളാ. ഹല്ലേലൂയ. നമുക്ക് ആ പോയിന്റ് ഹാഷ്ടാഗ് കിട്ടുന്നത് മരവാഴ പഴങ്ങൾ. ഈ എപ്പിസോഡ് ഫുള്ള് കാണുന്നവർ ഹാഷ്ടാഗ് മരവാഴ പഴങ്ങൾ അത് കമന്റാണോ ഹാഷ്ടാഗാണോ മനസ്സിലാവില്ല. പറഞ്ഞ പോലെ ആൾക്കാർ നമ്മളാണെന്ന് വിചാരിക്കല്ലേ. അത് വേണ്ട. നീ എന്തൊക്കെയാണ് ഈ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങള്? ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. എന്നിട്ട് എനിക്കതൊന്ന് മഹാദേവന് പാടാൻ പറ്റുന്ന മഹാദേവന്റെ സൗണ്ടിൽ ഒരു വെറൈറ്റി ഉണ്ട്. പാട്ട് പഠിക്കാൻ പോയത് എനിക്കൊന്ന് നമ്മളിടയ്ക്ക് സെറ്റ് പറയത്തില്ലേ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പേരൻസിന് ഇതുപോലെ ഒരു സാധനം ഉണ്ടല്ലോ, പിള്ളേരെ എന്തെങ്കിലുമൊക്കെ ലെവലിൽ കുറച്ചുകൂടെ പഠിത്തം മാത്രമല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹങ്ങൾ എല്ലാ പേരൻസിനും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഏത് പ്രായത്തിലാണ്? ഞാൻ 4ലോ 5ലോ പഠിക്കുമ്പോ ചേച്ചി നിനക്ക് ആ കഥാ ഫ്ലോയില് പറയട്ടെ. ഞാനാണെങ്കിൽ അവസാനം നമ്മൾ പാടിക്കാനെ കൂടി എപ്പിസോഡിന്റെ എനിക്കും പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം പാട്ട് പഠിക്കാൻ പോകുന്നപ്പോ ഞാൻ ഓർത്ത് ഇത് പഠിക്കാൻ പറ്റും. അതായത് പാട്ട് പഠിച്ചാൽ ആർക്കാണല്ലോ അടിപൊളിയായിട്ട് പാട്ട്. അപ്പം നമുക്ക് പ്രശ്നം നമുക്ക് ലിറിക്സ് കാണാം, ഏത് പാട്ടിനും പഠിക്കാമല്ലോ. നമ്മളിങ്ങനെ കുറെ തവണ കേട്ടാൽ ലിറിക്സ് ചെറിയ അവിടെ ഇവിടെ തെറ്റിപ്പോയാലും നമുക്ക് പാടാൻ പറ്റും, ആ ടോണിൽ പഠിക്കാൻ പറ്റും. പക്ഷെ മറ്റേ അങ്ങനത്തെ സാധനമാണല്ലോ പാടും. അതെ, അപ്പം ഇത് അതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക്. അപ്പൊ ഞാനടുത്ത് പാട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സുഖമായിട്ട് പാടാൻ പറ്റും. അത് പാടിയ ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് ഈ പിച്ച് കിട്ടാത്തതിന്റെയും പരിപാടി എല്ലാം സെറ്റ് ആവുന്ന വിചാരിച്ചു. പിച്ച് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷെ പാടുമ്പോ പിച്ച് കിട്ടുന്നില്ലായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, പുള്ളി അതിനെക്കാട്ടിലും ഉഴപ്പ്. അതുകൊണ്ട് മിക്ക ദിവസവും ശരിക്കും ഞാൻ എല്ലാവരോടും പറയുമ്പോൾ ഞാൻ പറയും ഞാൻ 2 വർഷം പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എല്ലാ വീക്കെൻഡിലും ഒരു ദിവസമേ ഉള്ളൂ, അതിൽ മിക്ക ദിവസവും പുള്ളി വരില്ല. അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മൊത്തം ക്ലാസ്സിൽ എണ്ണം നോക്കി ഒരു 15 കാണും. അല്ല, ഞാനും ചേച്ചി അപ്പം എനിക്ക് വലിയ പ്രായമില്ലല്ലോ, ഞാൻ 10 വയസ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി കുറച്ചുകൂടെ ചേച്ചി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അപ്പൊ ഞാൻ നേരത്തെ വിശ്വസിക്കും. അപ്പൊ ചേച്ചി പറയും സാധനം
ചേച്ചി ഇവിടുന്ന് കണ്ടുപിടിച്ചു സരിഗമ പദനിസാന്ന് മാത്രമല്ല ഇത് തിരിച്ചും പറയും സനിതപ്പ മകരിസാന്നോ തിരിച്ച്. അപ്പൊ സരിഗമ പദനിസ ഈ സനിതപ്പ മകരിസ. ഞാൻ ഒരു വിധത്തിലാണ് സരിഗമ പദനിസ പഠിച്ചത്. അപ്പോഴിത് തിരിച്ച് വേണമെന്ന് പറയുന്നത്. അപ്പൊ ചേച്ചിക്ക് സുഖമായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അടുത്ത് പോയി കരിയർ പോയി. കാരണം പിന്നെ നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പൊ ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ ചേച്ചി അപ്രിഷിയേറ്റ് ചെയ്യുന്ന കേട്ടപ്പോഴാണ് എനിക്ക് ഈഗോ അടിച്ചിട്ട് ഞാനും കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ അപ്രിസിയേഷൻ കിട്ടണം. അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഞാനോർത്ത പാട്ടിന് നമ്മൾ ഒരുമിച്ച് വിടുമ്പോ അവിടെ ഞാനായിരിക്കണം കിടു എന്നുള്ള സാധനമുണ്ട്. ചേച്ചിയെക്കാട്ടിൽ നമ്മളങ്ങ് 4 വയസ്സ് ഡിഫറൻസ്. ചേച്ചിക്ക് തിരിച്ചൊക്കെ പറയാറിയാം. അപ്പൊ ഞാൻ തീർന്നു. പിന്നെ ശരിക്കും ഉണ്ടത്. അതെ. അപ്പൊ എന്നിട്ട് ഞാൻ അത്രയും ഇതായിട്ട് പറഞ്ഞ വെറുതെ ആൾക്കാരെ എങ്ങനെ വിചാരിച്ചിട്ട് ശരിക്കും എനിക്ക് എന്താ അറിയാന്ന്. എന്നിട്ട് ഇവിടെ ചെന്ന് ഫസ്റ്റ് ഈ പാട്ട് പഠിപ്പിക്കുക ഇരുത്തിയായ ഇവർ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇതാക്കാൻ വേണ്ടി ഒരു ചെറിയ മാമ്പ് പോലെ ഉണ്ട്. ഇങ്ങനെ ആ ഒരു സാധനം. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് സായും പായും കിട്ടും. 3ാമത്തെ സായ കിട്ടൂല. കാരണം നമ്മൾ ഈ സൗണ്ട് മാറുന്ന പ്രായമാണ്. അപ്പൊ എനിക്ക് കിട്ടൂല. ഞാൻ മാത്രം അപ്പൊ എല്ലാരും ശരിക്കും. അപ്പൊ പിന്നെ തൊട്ട് എനിക്ക് മനസ്സിലാവും നമ്മൾ നാണം കിട്ടരുതല്ലോ. അപ്പൊ പുള്ളി പറയും ഇത് ശരിയാക്കണം എന്ന് എപ്പോഴും പറയും. അപ്പൊ ഞാൻ ശരിയാക്കിയെന്ന് വെച്ചാൽ 2-3 ക്ലാസ് ആയപ്പോ ഞാൻ സായം മിണ്ടാതിരിക്കും. ആക്ഷൻ മാത്രമേ ഉള്ളൂ. 12 പേര് ഒരുമിച്ചിരുന്ന് പാടുമ്പോ അപ്പൊ ഇവിടെ ശരിയായല്ലോ. ശരിക്കും പുള്ളി അങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും നന്നാവുന്നില്ലായിരുന്നു. പിന്നെ പഠിച്ചു നിർത്തിയത് അതാ പറഞ്ഞത്. പാട്ട് നിർത്തിയതുപോലെ സാറ് ഉഴപ്പായിട്ട് സാറ് ക്ലാസ് പിരിച്ചു വിട്ടു. പ്രതീക്ഷ വേണ്ട. ഒരു മനുഷ്യൻ 5:30 വന്നിരുന്നു, പഠിക്കാൻ ശരിക്കും നമ്മൾ പാട്ട് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നൊരു വീടുണ്ട്. ആ വീട്ടിലെ 2 പിള്ളേരും ഇത് പഠിക്കുന്നുണ്ട്. അവിടുത്തെ മൂത്ത പെൺകൊച്ചാണ് ആക്ച്വലി നന്നായിട്ട് പുള്ളിക്കാരി ഈ എന്നാ പറയുക ബേസ് ലെവൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കീർത്തനം പഠിക്കാൻ തുടങ്ങി. കീർത്തനം മറ്റേ ആ ഒരു അടിപൊളി അങ്ങനെ ഒരു കീർത്തനങ്ങളുണ്ട്. അപ്പൊ ആ പുള്ളിക്കാരി മാത്രം ആ സ്റ്റേജിൽ, നമ്മളൊക്കെ ഈ ബേസ് ലെവലിൽ കിടക്കുന്നവരാ. അപ്പൊ പുള്ളിക്കാരിക്ക് പഠിക്കണോണ്ട് ഈ പുള്ളി ഇവിടെ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നതാ. നമ്മളെയൊക്കെ പിരിച്ചുവിട്ട കൊടുത്തി നമ്മുടെ സംഗീത കല അവിടെ അവസാനിച്ചു. പുള്ളിക്കാരി നമ്മളെ പഠിപ്പിക്കൂല. ഞാനിവിടെ സൈഡിൽ ഇരുന്ന് കീർത്തനം കേട്ട് എനിക്ക് കീർത്തനം കാണാറില്ല. ഞാൻ അത് വീട്ടിൽ പോയി പാടും. പുള്ളിയുടെ കൊച്ചു പാടി ആയിട്ടില്ല. കാരണം മറ്റേത് പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇത് പഠിക്കാനൊക്കെ തന്നു വിടും. ഈ കുറെ കോംപ്ലിക്കേറ്റഡ് ഇതുണ്ട്. ഈ ഇത് തന്നെ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് കുറെ സാധനമുണ്ട്. അതൊക്കെ ഭയങ്കര പാടാം. പിന്നെ 6ാം ക്ലാസ്സിൽ നിന്ന് 7ലോട്ട് കയറി അവിടെ വെച്ചാണ് ലൈഫ് ചേഞ്ച് ആവുന്നത്. അല്ലെന്ന് വെച്ചാൽ ഈ 4-5 ഞാൻ ഈ പാട്ട് പഠിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പോയി തള്ളും പാട്ട് പഠിക്കാൻ പോകണമെന്ന്. അപ്പൊ പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് എന്താ കഴിവുണ്ടെന്ന്. അപ്പൊ അങ്ങനെ 6-ൽ നിന്ന് 7-ലെത്തിയപ്പോ മറ്റേ ക്ലാസ് സ്ക്വയറിൽ ആരാ പാടുന്ന ആരാന്നുള്ളപ്പോ എല്ലാരും അങ്ങനെ ഞാൻ ക്ലാസ് സ്ക്വയറല്ല സ്കൂൾ സ്ക്വയർ. അങ്ങനെ സ്കൂൾ സ്ക്വയർ കയറി അവിടെ ഞാൻ പോയിട്ട് അവിടെ ഞാൻ മറ്റേ നാഷണാന്തമൊക്കെ പാടുമ്പോ ജനഗണമന അതൊക്കെ പാടും. ലാസ്റ്റത്തെ കിട്ടൂല. നമുക്ക് സാ കിട്ടുന്നില്ലല്ലോ. അതുപോലെ ജയഗം കിട്ടൂല. അവിടെ വരുമ്പോ മിണ്ടാതിരിക്കും. ആക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ദേശഭക്തി ഗാനം അങ്ങനത്തെ മറ്റേ കലോത്സവം കോമ്പറ്റീഷനൊക്കെ വിടും. എല്ലാ വർഷം ലളിതഗാനത്തിന് പേര് കൊടുക്കും. കാരണം ഇങ്ങനെ ക്ലാസ്സിൽ വന്നിട്ട് പിള്ളേർ പേര് കൊടുക്കൂല്ലോ മടിയായിട്ട്. അപ്പൊ ഇവര് എന്താ ലളിതഗാനത്തിന് താരം കൊടുക്കാത്ത മാധവനുണ്ടല്ലോ ഇവിടെ എന്താ മാധവൻ കൊടുക്കുന്നത്, മാധവൻ കൊയറിലുള്ള എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് എഴുതിക്കൊണ്ടു. അപ്പൊ ടീച്ചര ഒറ്റയ്ക്ക് പാടിയത് പൊളിയൂലേ. സ്കൂളിൽ എല്ലാരും വിചാരിച്ചിരിക്കുന്ന മാധവ പാട്ടുകാരാണ്. എന്നിട്ട് ഞാൻ എപ്പോഴും എന്റെ ഇതിലുള്ള മറ്റേ ലളിതഗാനം മറ്റേ വേദി ഒന്നിൽ മാധവൻ ഫസ്റ്റ് കോൾ പോവില്ല, സെക്കൻഡ് കോൾ. അപ്പൊ അവിടെ നിന്ന് ടീച്ചർക്ക് നിന്നെയല്ലേ വിളിക്കുന്ന പാത്തൊക്കെ ഇരിക്കും. അവസാനം ലാസ്റ്റ് ഫൈനൽ കോൾ വിളിക്കും, കയറില്ല. പിന്നെ ആ പേര് വിളിക്കുന്ന സാറ് എന്നൊക്കെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് പേര് എഴുതിപ്പിച്ച സാർ എല്ലാരും പിണങ്ങും. നീ പോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് പോയാൽ അവർ ശരിക്കും പിണങ്ങാൻ. ഇത് പിണങ്ങുള്ളൂ, പോയി കഴിഞ്ഞ വിലയും കൂടി പോകും. അതാ കളക്റ്റീവായിട്ട് പാട്ടിന്റെ സാധനം ഉണ്ടല്ലോ.
പിന്നെ എപ്പിഗ്ലോട്ടിസിന്റെ ആ മൂവ്മെന്റ് ഉണ്ടല്ലോ അത് പാടാനുള്ള സാധനം. ഇതെന്ത് ഇതൊന്നും ഞാൻ വല്ലതും പഠിക്കാൻ പോയിട്ടുണ്ടോ? പിടിക്കാൻ പോയിട്ടില്ല. എനിക്ക് ഒരുപാട് പിടിക്കാൻ പോയിട്ടില്ല, പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് സ്കൂളിൽ പോലും മര്യാദയ്ക്കല്ല പോയിട്ടില്ല. ഞാൻ സ്കൂളിൽ വെച്ച് എനിക്കൊന്ന് എന്നെ പഠിപ്പിക്കാൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വീട്ടുകാർ തീരുമാനിച്ചു പറയുന്നത്. ഞാനൊരു BGM മറ്റേ മൂടിലായി പോയല്ലേ? മൂന്നാമത്തെ സായി അത് പിടിക്കണ്ട. സ്കൂളിൽ ഡാൻസ് ചെയ്യുമായിരുന്നു. 4ാം ക്ലാസ് വരെ ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ 4 പേര് ഒരു സ്കൂളിലാണ് പഠിച്ചത്, ചെറിയ സ്കൂൾ വീടിനടുത്ത് തന്നെ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വേറെ സ്കൂളിലാണ്. 5 മുതൽ അവിടെ പഠിച്ചത്. ഈ 4 വരെ ഞാൻ ക്ലാസ്സിൽ 15 പേരുള്ള ചെറിയ സ്കൂൾ, അങ്ങനത്തെ സ്കൂളുണ്ട്, ചെറിയ സ്കൂൾ, വലിയ അഫിലിയേഷൻ ഒന്നും ഇല്ല സ്കൂൾ. ഞാൻ സ്കൂളിൽ പേരൊന്നും പറയുന്നില്ല. അങ്ങനെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ വെച്ച് ഡാൻസ് ചെയ്യുന്നത് 15 പേരിലുള്ളൂ. അപ്പൊ എല്ലാവരും എന്തെങ്കിലും പരിപാടി ചേർന്നാലേ പരിപാടി ഓടത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവരുടെ വിചാരം ഞാനാണ് ബ്രേക്ക് ഡാൻസ് എന്ന് വിചാരിച്ചത്. ഞാനാണെങ്കിൽ അത്യാവശ്യം ബ്രേക്ക് എടുക്കും. അപ്പൊ ഞാൻ ഭയങ്കര ഡാൻസ് ആണ് അവർ വിചാരിച്ചിരുന്നു. ഈ പറഞ്ഞ 5ാം ക്ലാസ് എത്തി എനിക്ക് സിനിമാറ്റിക് ഡാൻസ്, ബ്രേക്ക് ഡാൻസ് ഞാൻ അങ്ങനെ കളിച്ച്. അന്നത്തെ പാട്ടല്ലടാ 4ാം ക്ലാസ്. അല്ല ഇത് കഴിഞ്ഞ് 5-ലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഡാൻസ് വേറെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ നിർത്തി. 4ാം ക്ലാസ് ഞാൻ ഡാൻസ് കളിച്ച് സ്കൂളിലെ ഹീറോ ആയിട്ട് 5ാം ക്ലാസ് എന്റെ ഡാൻസ് കണ്ടപ്പോ സാറ് പറഞ്ഞല്ലേ ചീസ് പടി. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിനെ കണ്ട് പേടിച്ച് ഞാൻ ഡാൻസ് നിർത്തി. ഇപ്പോഴും ഡാൻസിനോട് ഭയങ്കര ആഗ്രഹം. ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. ഞാൻ റോഡിൽ ചെയ്യാറുണ്ട്. ഞാൻ റോഡിലൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട്. എനിക്ക് മൂവ് ചെയ്യണം, എനിക്ക് ഗ്രൂപ്പ് ചെയ്യണം തോന്നുന്നു. വെറുതെ നിന്നെ പറഞ്ഞത് നിന്നെ എന്തിനു പഠിപ്പിക്കാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ട് അതിനാണ് ഈ ഡാൻസിൽ മുട്ടി നിൽക്കണത്. അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യം കൂടെ. നിങ്ങൾ ഈ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഓക്കെ, അത് നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ട്? അതിൽ നിങ്ങൾ വല്ല ഇമ്പ്രൂവ്മെന്റ് എടുത്തിട്ടുണ്ടോ? പഠിച്ചെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക്. ഇപ്പൊ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വല്ലോ ഇല്ല. അതങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഞാൻ പണ്ട് എങ്ങനെയാന്ന് അങ്ങനെ തന്നെ എപ്പോഴും. അതിനകത്തൊരു ഇൻബോൺ ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ. അത് അനീസിക്കയുടെ ഒരു പ്രത്യേക സ്കില്ലാണ്. ആളുടെ അടുത്ത് അവൻ കുറച്ചു നേരം സംസാരിക്കുമ്പോഴേക്കും അവൻ കുറെ കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാൾ സംസാരിക്കണ പോലെ ആളുകളുടെ കംഫർട്ട് സോൺ ആണ് ഞാനെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യുക ആൾക്കാർക്ക്. അങ്ങനെയാണ് പറ്റിക്കുന്നത്. അത് ഞാൻ ഡെവലപ്പ് ചെയ്തൊന്നും എടുത്തല്ലോ, തന്നെ ഉണ്ടായത് പണ്ടോട്ടെ. അങ്ങനെ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിൽ നമ്മൾ ആൾക്കാരെ വിശ്വസിക്കാത്ത 1ാം ക്ലാസ് പ്രായത്തിലൊക്കെ എൻ്റെ അടുത്ത് പെൺകുട്ടികൾ ഇങ്ങനെ വന്നിട്ട് പറയായിരുന്നു, എന്താണ് നിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷം, ആൾക്കാരുടെ അടുത്ത് പറയായിരുന്നു എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. ഇപ്പൊ മനസ്സിലല്ലേ എന്തുകൊണ്ടാ അഫിലിയേഷൻ ഇല്ലാത്ത ചെറിയ സ്കൂളിൽ പോയത്. ഡാൻസ് ഒക്കെ കണ്ടിട്ടില്ലേ അനീസിന്റെ ഡാൻസ് കണ്ടിട്ടുണ്ട്. സൂപ്പർ ഡാൻസ് കണ്ടിട്ടില്ല. 1ാം ക്ലാസ്സില്. അപ്പൊ ഞാൻ വിചാരിച്ചത് പ്രേമമാണെന്നാണ് ഞാനൊന്ന് വിചാരിച്ചിരുന്നത്. അത് നമ്മൾ സിനിമയ്ക്കകത്ത് കാണാം. ഞാൻ ഭയങ്കര സിനിമ പ്രാന്തനായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് അതാണ് പ്രണയം. പക്ഷെ കുട്ടിക്ക് അപ്പൊ എന്നും ഇക്ക ചേർത്ത് പിടിത്ത്. അല്ല ഞാൻ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എനിക്ക്. അന്ന് റിലേഷൻസ് നമ്മൾ അങ്ങനെ വർഷങ്ങളോളം കീപ്പ് ചെയ്യും. എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കുട്ടികളെ. ഇക്ക പോളിയമർസാണ്. ഇത് നിങ്ങള് ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അനീസിക്ക് ഒരു യു ആർ നോട്ട് മൈ ഫസ്റ്റ്, യു ആർ ദ ലാസ്റ്റ്, യു ആർ ദ ലാസ്റ്റ്. അതെന്തുകൊണ്ട് നിങ്ങൾ റീറൈറ്റ് ചെയ്തില്ല? അതൊരു ഒറ്റ പ്രാവശ്യം വായിച്ചിട്ടില്ല. അനീസിക്ക തന്നെ വായിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ ആ ഒരു സാധനം എഴുതി. ഞാൻ നിങ്ങൾക്ക് കുറെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാൻ ബാക്കിയുള്ളത്. എന്റെ ഈ മാനുസ്ക്രിപ്റ്റ്സ് 3 വർഷം ശരിക്കും ഞാൻ അത് കാണിക്കാം. ഞാൻ എന്റെ സ്ക്രിപ്റ്റ് എഴുതി എന്ന് പറയുന്നതിനകത്ത് ഞാൻ ആദ്യം ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫയലിനകത്ത് എഴുതിയിട്ടുണ്ട്, പ്രിന്റഡ്, പിന്നെ ടൈപ്പിംഗ് വേർഷൻ ഉണ്ട്. ഞാൻ ഈ 4 വർഷം കാണിക്കാം. എന്റെ എല്ലാത്തിനകത്തും റീറൈറ്റിംഗ് ഉണ്ട്. ഞാൻ അത്രയും സമയം എഫേർട്ട് എടുത്താൽ ചെയ്യുന്നത്. എന്റെ ബുക്ക് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് എന്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ അത് എഡിറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് നോവൽ ആയിട്ടിരിക്കുന്നത്. ഞാൻ എഴുതിയപ്പോൾ അത് ഇംഗ്ലീഷ് മലയാളമായിരുന്നു, മംഗ്ലീഷ് ആയിരുന്നു. എന്റെ ടീച്ചർ എഡിറ്റ് ചെയ്ത്, എന്റെ ഇംഗ്ലീഷ് ടീച്ചർ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്ക് ആയിട്ട്. ഞാൻ സിലബസിലാണ് പഠിച്ചത്. ഞാൻ ഈ ഒന്നും പഠിപ്പിക്കാൻ പോയിട്ടുള്ളത്, എനിക്ക് ട്യൂഷനും പോയിട്ടില്ല. ഞാൻ ഒരു ട്രെയിനിങ്ങിനും പോയിട്ടില്ല. ഞാൻ ഒന്നും ട്യൂഷനും പോയിട്ടില്ല. ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന, സ്കൂളിലും പഠിപ്പിക്കുന്നത്. പിന്നെ വായിക്കുമായിരുന്നു. ഇത് ഇവനീ പറയുന്ന സാധനം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വായിക്കുമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വായിക്കും. എനിക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വീട്ടിൽ അങ്ങനെ എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലാതെ വേറൊരു സാധനം പ്രൊമോട്ട് ചെയ്യത്തില്ല.
അതായത് എന്റർടൈൻമെന്റ് പർപ്പസ് വീട്ടിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റർടൈൻമെന്റ് എഡ്യൂക്കേഷൻ മിക്സ് ആവുന്ന ഒരു സാധനമാണ് ഈ വായന. അവര് വിചാരിക്കും ഓക്കെ അവൻ വായിക്കുവാണല്ലോ, വായിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നോവൽ വായിച്ചാലും ചരിത്രം വായിച്ചാലും മുത്തുച്ചിപ്പി വായിച്ചാലും വായിക്കുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് വായിക്കുന്ന ഭയങ്കര ഒത്തിരി വായിക്കുമായിരുന്നു. ഈ റീസെന്റ് ആയിട്ട് വായനയൊക്കെ വല്ലാതെ നിന്നു. ഞാൻ ജോണിനെ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര കിടിലൻ സാധനം എന്ന് പറഞ്ഞാൽ ജോണിന് തലയിൽ സാധനം റീഅറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും. അതിപ്പോ ചില പിള്ളേർക്ക് 3 ഡിജിറ്റ് തലയിൽ ചെയ്യാൻ പറ്റൂലേ, അതേപോലെ തലയിൽ ചില പിള്ളേർക്ക് എന്റെ അപ്പൂപ്പൻ അതൊരു അത് അല്ലേ നമ്മളെല്ലാരും എഴുതിയല്ലേ സാധനം സെറ്റ് ആക്കണം. ജോൺ മാത്രമേ ഉള്ള ഒരു സാധനം കൊടുത്താൽ തലയിൽ വെച്ച് ശരിയാക്കി തലയിൽ വെച്ച് അതുപോലെ തന്നെ പറയാൻ പറ്റും. ഞാൻ പണ്ട് പമ്പർച്ചിരി വിചാരിച്ചു ഈ മനുഷ്യനെ പോലെ എന്ന് കണ്ടന്റ് ചെയ്യാൻ പറ്റും, അപ്പോഴേ നമ്മൾ ഫ്രീ ആവത്തുള്ളൂ ജീവിതത്തിൽ. ഞാൻ വിചാരിച്ചു മറ്റേ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതുപോലെ തന്നെ കുറെ റീറൈറ്റ് ചെയ്യും. ഞാൻ എഴുതി പഠിച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റ്. ഫസ്റ്റ് പമ്പർച്ചിരി ചെയ്യുന്ന പേടിച്ചിട്ട് മറന്നു. അതുകൊണ്ട് അതിന്റെ ആദ്യത്തെ 3-4 എപ്പിസോഡ് എനിക്ക് കാണാൻ ഇഷ്ടമേ അല്ല. കാരണം അത് ഞാനേ അല്ല, ചുമ്മാ കാണാതെ പഠിച്ച് 4 മിനിറ്റ് ആ ടോണിലൊക്കെ പറയുകയാണ്. അത് ഭയങ്കര വൃത്തിയായിട്ട പ്രോസസ്സാണ്. പക്ഷെ പേടികൊണ്ടാണല്ലോ നമ്മൾ മറന്നു പോകാന്നുള്ളത്. ഞാൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് 12 തവണ എഴുതി പഠിച്ചിട്ടുണ്ട്. ഒരു ബുക്കിൽ 200 പേജിന്റെ ബുക്ക്, ഇത് നമ്മുടെ 4.5 പേജ് 5 പേജ് വരുന്ന സ്ക്രിപ്റ്റ് 12 തവണയൊക്കെ എഴുതിയിട്ട് അത്രേ എഴുതിയിട്ടുണ്ട്. നമ്മൾ വലിയ പണിയെടുക്കുന്നില്ല അല്ലെ, പക്ഷെ കുറെ ചിന്ത കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. അല്ല നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം ചിന്തിച്ച സാധനം വെച്ച് ഒരു 4 മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളല്ലേ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഇവന്മാരൊന്നും ചെയ്യുന്നില്ല, നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, സ്റ്റാൻഡപ്പ് കോമഡി എളുപ്പമാണെന്ന് പൊതുവെ ഒരു ധാരണയാണ്. ആൾക്കാർ വെറുതെ പോയി. നമ്മൾ ആദ്യം ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, ഒരു പാട്ടുകാരന് ഒരു 2 തമാശ പറഞ്ഞ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് മാറിക്കോളും. ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും പാടാം. പക്ഷെ നമുക്ക് ശരിക്കും ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കേട്ട കോമഡി ഒരാൾക്ക് രണ്ടാമത് ചിന്തിക്കത്തില്ല. വേറെ എനിക്ക് ആക്ച്വലി ഒരു കോമഡി വീണ്ടും എനിക്ക് എപ്പോഴും ആദ്യത്തെ തമാശയും കൂടെ ചെയ്യുന്ന എന്റെ പാട്ട കോമഡി അല്ല നമ്മള് ഇതിലും വലിയൊരു ഡീവിയേഷൻ എടുത്തത് ഇവൻ ഡാൻസ് പഠിക്കാൻ പോയോ. നിനക്ക് കലാപരമായ എന്തെങ്കിലും വാസന ഉണ്ടാക്കാതിരിക്കാൻ പേരൻസ് മുൻകൈ എടുത്ത് എന്തെങ്കിലും പഠിപ്പിക്കാൻ. എന്റെ പേരൻസിന് കോ കരിക്കുലർ, ഞാനൊരു സിറ്റി ബോയ് ആണ്. അപ്പൊ കോ കരിക്കുലറും എക്സ്ട്രാ കരിക്കുലറും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഞാൻ 10 വരെ പഠിച്ച സ്കൂളിൽ ഭയങ്കര അധികം കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എന്റെ ചേച്ചി ഭയങ്കര ഡാൻസർ ആയിരുന്നു. ചേച്ചി സൂപ്പർ ഡാൻസർ ആയിരുന്നു. കലാതിലകമായിരുന്നു, സ്റ്റേറ്റ് കലാതിലകമായിരുന്നു. നിങ്ങളുടെ കലാപക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡാൻസ്. ചേച്ചി ഇപ്പോഴും ചേച്ചിക്ക് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം ഡാൻസ് ആണ്. ചേച്ചി 10ാം ക്ലാസ്സിലായപ്പോ പെട്ടെന്ന് ഡാൻസ് നിർത്തി മെഡിസിന് വിട്ടതാണ്. പക്ഷെ അത്രയും നാള് നമ്മുടെ ജീവിതം മൊത്തം അല്ല 10ാം ക്ലാസ് ആയപ്പോ 10ാം ക്ലാസ് ആയപ്പോ മെഡിസിൻ പ്രിപ്പറേഷൻ എൻട്രൻസ് കോഴ്സ് 7-5 തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എൻട്രൻസ് ഓറിയന്റഡ് അത്രയും വലിയ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ഡോക്ടർ എഞ്ചിനീയർമാർ കലാകാരന്മാരുണ്ടാവട്ടെ. അങ്ങനെ അപ്പൊ ചേച്ചീനെ പഠിപ്പിക്കാൻ ഡാൻസ് സ്കൂളിൽ പോകുന്ന ഇത് മഹാദേവന്റെ സാറ് പോലല്ല, ചേച്ചിക്ക് എന്നും ക്ലാസ് ഉണ്ടായിരുന്നു. അതും ചേച്ചി ഭയങ്കര പ്രൊഫഷണൽ ഡാൻസിങ് ലെവല്. നമ്മൾ അമ്പലത്തിലൊക്കെ കുറെ അമ്പലങ്ങളിൽ പോയി പരിപാടിയൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. പണ്ട് കോടത്തൊക്കെ പോയി ഫോറിനേഴ്സിനൊക്കെ വേണ്ടി കളിക്കുമായിരുന്നു. അപ്പൊ ചേച്ചി പോവും, അച്ഛനും അമ്മയും പോവും, ഞാനും പോവും. അങ്ങനെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു ഓപ്പൺ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനപ്പം അങ്ങനെ ജോയിൻ ചെയ്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഞാൻ അമൃത ടിവിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ദൂരദർശനിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലാസിക്കലാണ് ഈ കൃഷ്ണനൊക്കെ ആയിട്ട്. ഞാൻ ഭരതനാട്യം ഞാനൊരു 3ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് 7ാം ക്ലാസ് ഞാൻ അരങ്ങേറ്റം. ഞാൻ ഉടുപ്പിയിൽ പോയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, മൂകാംബികയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ആറ്റുകാലിൽ പെർഫോം ചെയ്തിട്ട്, കരിക്കകത്ത് പെർഫോം ചെയ്തിട്ട്. ഒരു ദിവസം നീ സ്റ്റാൻഡപ്പ് ഡാൻസ് പെർഫോം ചെയ്ത് ഞെട്ടിക്കുന്ന ആൾക്കാരെ. ചിലപ്പോ അത് നിന്റെ വഴിത്തിരിവായിരിക്കും. ആൾക്കാർ നീ തിരിച്ചറിയും നിന്റെ യഥാർത്ഥ വിളികൾ. എനിക്കാണെങ്കിൽ ആക്ച്വലി 6ാം ക്ലാസ് ആയപ്പോഴാണ് ചാന്ത് വിട്ട് വരുന്നത്. ആണെങ്കിൽ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ഡാൻസ് ആണല്ലോ ഞാൻ. അപ്പൊ ഞാൻ അവിടെ അരമണ്ഡലമൊക്കെ അടിച്ച് വൈകുന്നു. അപ്പൊ ഇങ്ങനെ ആ നമ്മുടെ ഒരു സാറായിരുന്നു, ഡാൻസ് സാറായിരുന്നു. അങ്ങനെ പുള്ളി ഇങ്ങനെ നടക്കണം. അപ്പൊ ഞാനും പതുക്കെ അത് കണ്ടിങ്ങനെ. പക്ഷെ ഇല്ല, അങ്ങനെ ഇല്ല. എന്നാലും പിന്നെ ആ ഒരു പേടി വന്നിട്ട് അതിന്റെ കാരണത്താൽ പാട്ട് മാറ്റി അല്ലെങ്കിൽ ഡാൻസ് മാറ്റിയിട്ട് എന്നെ ക്വിസ് എലക്യൂഷൻ ആ ഒരു ലൈനിലോട്ട് വിടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നിനക്കൊരു
പുള്ളിന്ന് തോന്നില്ല ഈ എന്നെ കളിയാക്കും ആ സാധനം. ഇല്ല എന്റെ പേരൻസ് ആണ് നിന്റെ parents ആണ്. അല്ലാതെ എനിക്ക് നിർത്താൻ താല്പര്യം. പിന്നെ ചേച്ചിയുടെ ഇതും കൂടെ നിർത്തിയ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഡാൻസ് എല്ലാവരും ഡെഡായി വീട്ടിൽ നിന്ന്. എടേ ഉളുപ്പില്ലായ്മ എന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് എനിക്ക് ഈ പറഞ്ഞ ഉളുപ്പില്ലായ്മ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത സാധനമാണ്. ഞാൻ കലാപരമ കഴിഞ്ഞ എനിക്ക് മനസ്സിലായത് ഉളുപ്പില്ലായ്മ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന്. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്ലസ് 2 പഠിക്കുമ്പോൾ നമുക്ക് മറ്റേ സിനിമാക്കാര ഫ്രണ്ട്. അവൻ ക്ലാസ്സിനകത്തേക്ക് വന്ന് കയറുന്ന സ്റ്റെപ്പ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും അവനെ കളിയാകും. പക്ഷെ എന്നാലും അവനത് നിർത്തത്തില്ല. അവൻ റോഡിൽ നിന്നും ഡാൻസ് ചെയ്തിട്ട് എനിക്ക് എവിടെ നിന്നാലും ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് മൂവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ ഇപ്പൊ ഇടുന്ന ചിലപ്പോൾ അവനെ കണ്ട് പഠിച്ചായിരിക്കും. അവൻ ഒരു പ്രശ്നവും ഇല്ല ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് എന്തെങ്കിലും നന്നായി. അത് അവനിങ്ങനെ ഇതൊക്കെ കാണിക്കുകയായിരുന്നു. അപ്പൊ അവനെ എല്ലാവരും കളിയാക്കായിരുന്നു, ക്ലാസ് മൊത്തം കളിയാക്കായിരുന്നു. റീസെന്റ് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാനിപ്പോ 5ാം ക്ലാസ്സിൽ വേറെയുള്ള ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് നിർത്തിയെന്ന്. എന്റെ അമ്മ എന്നോട് നിനക്ക് ഡാൻസ് ചെയ്യാൻ മടിയായിട്ട് നാണമായിട്ടാണ് നീ നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ തമാശ, എന്റെ വീട്ടുകാർ പറയുന്നതാണ്. ഞാൻ തമാശക്ക് അവരോട് പറഞ്ഞു നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ടാൽ ഞാൻ നല്ല ഡാൻസർ ആയിരുന്നു, ഞാൻ 4 പേരെ ആരും പറയാതെ കളിക്കുമായിരുന്നു പറഞ്ഞു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞാൽ നീ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, നിനക്ക് നാണമായിരുന്നു ആൾക്കാരെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലെവിടെ കൊണ്ടു. നമുക്ക് ശരിക്കും ചില കാര്യങ്ങളായിരുന്നല്ല നീ വാണമായിരുന്നു. നിങ്ങളെ കെട്ടിയ അപ്പൊ ശരിക്കും നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളെ ആദ്യം എടുത്ത് കളയേണ്ടത് ആൾക്കാർ എന്ത് പറയും, ആൾക്കാർ എന്ത് ചെയ്യും. എനിക്കതൊന്ന് കോമഡി ഡെലിവറി ചെയ്യുമ്പോഴും നമ്മള് തമാശയാണെന്ന് വിശ്വസിച്ച് ഡെലിവറി ചെയ്ത കൂതറ സാധനം മതി. പക്ഷെ അത് അടിപൊളിയാണ്, സൂപ്പർ സാധനം. വേറെ ജോബ് നടക്കുന്നില്ല, ഇതെങ്കിലും നടക്കട്ടെ. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. നിങ്ങൾക്ക് ഉളുപ്പില്ലായ്മയിലെ ഒരു റോൾ മോഡൽ ആരാണ്? ഡാൻസ് കളിച്ച അവരൊക്കെ ഇപ്പഴല്ലേ വന്നത്. പുള്ളി മറ്റേ സ്കൂളിൽ പഠിച്ചത് അഫിലിയേഷൻ ഇല്ലാത്ത അനീസൊക്കെ ഇത് കോപ്പി അടിച്ചു. അല്ല, ഒരു സംഭവം പഠിച്ചെടുക്കാൻ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ പോലും ഇൻട്രസ്റ്റ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. നിനക്ക് അത് അവന്റെ ഇൻട്രസ്റ്റും പറഞ്ഞു. നിന്നെ പഠിപ്പിക്കാൻ എന്തെങ്കിലും വിട്ടായിരുന്നു? അത് പറഞ്ഞു എന്നെ പഠിപ്പിക്കാൻ വിട്ടു സ്കൂളിൽ. എന്നിട്ട് അതുകൂടെ പോലും അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇൻട്രസ്റ്റ്. നിനക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി? നിന്നെ വേറെ എന്തെങ്കിലും താല്പര്യം, പഠിക്കാനോ ക്ലാസ്സിൽ കയറാണ്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പാട്ട് പാടാൻ പഠിപ്പിക്കാൻ പറ്റണോ? അല്ല, ഞാൻ പാട്ട് പഠിക്കാനൊന്നുമല്ല വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പടം വരയ്ക്കാൻ വെറുതെ പോയിട്ട് എല്ലാ മത്സരത്തിലും ബാത്റൂമിൽ പടം വരയ്ക്കുന്ന വേറെ ശരിക്കും പടം വരയ്ക്കുന്ന കാര്യത്തില്ലേ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ നിന്നെ വളർത്തി വരും. നീ അച്ഛന്റെ പ്രായം ഉണ്ടെങ്കിൽ നിന്നെ അങ്ങനെ പറയാം. ഞങ്ങൾ നിന്നെ വളർത്തി പടം വരയ്ക്കും. ചെറിയ പേപ്പറിലൊക്കെ വരയ്ക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര മോശമാണ് പടം വരയ്ക്കുക. അതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും കണ്ടാൽ ഞാനത് അത് പറ്റും. നീ പടം വരയ്ക്കുന്ന ട്രെയിനിങ് പോയോ? ഇല്ല. അതും ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോവാൻ ഏറ്റവും ബെസ്റ്റ് പരിപാടി പടം വര മത്സരം ഉണ്ടാവും. അത് എല്ലാ മത്സരത്തിലും ഞാൻ പങ്കെടുക്കും. എനിക്ക് സമ്മാനമേ കിട്ടില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ആദ്യമായിട്ട് കാർട്ടൂണിന് എനിക്കൊരു സെക്കൻഡ് കിട്ടുന്നുണ്ട്. അതുവരെ ഞാൻ എല്ലാ പ്രാവശ്യം വരച്ച കാർട്ടൂണിൽ ഓർമ്മയില്ല. കണ്ടമാനം വരയ്ക്കുന്നുണ്ടല്ലോ. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ്. നീ നമ്മുടെ റൂമിനകത്ത് ഗിറ്റാർ കൊണ്ട് വെച്ചേക്കുന്നത്, അത് പറ. അതാണ് അവിടെയാണ് നമ്മൾ ഇൻട്രസ്റ്റിന്റെ കാര്യം എന്ന് പറയുന്നത്. ഗിറ്റാർ ഞാനൊരു 3-4 ക്ലാസ് മാക്സിമം പോയിണ്ടോ. 3-4 ക്ലാസ്സിൽ അത് 3-4 പറഞ്ഞുവിടെ. 200 വേണ്ട, അതിപ്പോ 4 വെച്ചോ, ഇരിക്കട്ടെ ഒരു ക്ലാസ് അധികം. അപ്പോഴത്തേക്ക് പഠിച്ചോ? ഇല്ല, പഠിച്ചില്ല. അപ്പൊ സ്ട്രിങ് 4 3 ദിവസം പോയി സാറ് വന്നില്ല. പിന്നെ ഞാനിങ്ങനെ ഗിറ്റാറിന്റെ ബേസിക് സാധനങ്ങള് എനിക്ക് ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കല് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തിരുന്നു. ആ സമയത്ത് യൂട്യൂബ് അത്യാവശ്യം ഒന്ന് ഇതായി വരണുള്ളൂ. നമ്മുടെ അവിടെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കിട്ടി തുടങ്ങേണ്ട സമയം വരണുള്ളൂ. യൂട്യൂബിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നു, അതിന്റെ ഇൻട്രോ കിട്ടുന്നു. അപ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് പാട്ടുകളുടെ ആയിരിക്കും ലെസൺസ് അതിലുണ്ടാവുക. ഹൗ ടു പ്ലേ ഈ സോങ് അടിച്ചു കൊടുത്താൽ അതിന്റെ ഇൻട്രോ ഒരു സാധനം കിട്ടും. കുറെ നേരം അപ്പൊ അതിന് ഞാൻ എഫർട്ട് ഇടുമ്പോൾ എനിക്ക് സമയം പോണത് അങ്ങനെ അറിയില്ല. ഞാൻ കുറച്ചു നേരം ഇരുന്ന് ഈ പറഞ്ഞ സാധനമൊക്കെ വായിച്ച് പഠിക്കും. ഇൻട്രോ വായിച്ചു കഴിയുമ്പോഴേക്ക് എനിക്ക് കൊള്ളാം, മതി. ഒരു കുറച്ച് നേരത്തെ ഒരു ഇൻട്രോ ബേസിക്സ് അറിഞ്ഞൂടാ, ഫണ്ടമെന്റൽസ് ഇത് ഗിറ്റാർ വാങ്ങിച്ചത് അച്ഛൻ വാങ്ങിച്ചതാണോ? ആദ്യത്തെ ഗിറ്റാർ വീട്ടില് അപ്പന് ഈ ഗിറ്റാറിന്റെ രസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ എവിടെ ഗിറ്റാർ വാങ്ങിച്ചു കൊടുത്തു? ഇല്ല, അപ്പന്റെ അപ്പന്റെ ഗിറ്റാർ ഞാൻ കാണുന്ന ഗിറ്റാർ വാങ്ങിച്ചാണ്. ഞാൻ 3 ഗിറ്റാർ ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ട്. 3 ഗിറ്റാർ ആകെ 4 ക്ലാസ്സിന് പോയിട്ടുണ്ട്. പക്ഷെ 3 ഗിറ്റാർ എന്റെ ഒരു കൂട്ടുകാരനെ അല്ല കുറച്ച് പഠിക്കും. ഇത് പുല്ല് ഗിറ്റാറിനാണെന്ന് തോന്നുന്നു. അടുത്തത് എന്റെ ഒരു കൂട്ടുകാരനെ അവന്റെ അച്ഛൻ സെൻസ്കോപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. അവൻ +2 തോറ്റത് വീട്ടിൽ പറയാൻ പപ്പ എനിക്ക് മെഡിസിന് പോകണം, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഏതിനാ ഈ സേ എഴുതാൻ വേണ്ടി അടുത്ത വർഷത്തെ +2 അപ്പൊ തന്നെ സെൻസ്കോപ്പ് വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ ഇങ്ങനെ ഗിറ്റാർ വാങ്ങിച്ചു കൊടുത്തു. ആദ്യത്തെ ഞാൻ പഠിക്കാൻ പോയ ഗിറ്റാർ ആദ്യത്തെ മേടിച്ചത് അമ്മ മേടിച്ചതാണ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോളേജിൽ എനിക്ക് സത്യം പറഞ്ഞ സാധനം വായിക്കാറില്ല. അതെനിക്കറിയാം, ഞാൻ കേൾക്കുന്നതാണല്ലോ. അല്ല ഞാൻ ഇത് എന്റെ മാത്രം സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി. ഞാൻ റൂമിനകത്തിരുന്ന് ഗിറ്റാർ വായിക്കലും കോളേജിൽ ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറിയിട്ട് ഗിറ്റാർ വായിച്ചിട്ടുള്ളത്. അതും ഒരു പാട്ടിന് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റാർ കഷ്ടിമുഷ്ടി സാധനങ്ങൾ പഠിച്ചിട്ട് ആണ് കയറുന്നത്. അപ്പൊ ഞാൻ അന്ന് ഒരു ഇലക്ട്രിക് ഗിറ്റാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്ട്രിക് ഗിറ്റാർ കാശല്ലേ? അന്ന് 10,000 ഉണ്ടായിരുന്നു. ഗിറ്റാർ പഠിക്കാനുള്ള മോട്ടിവേഷൻ എന്തായിരുന്നു? അത് പറ. നെഞ്ചുക്കുൾ പെയ്തൊരു മാമഴ. അല്ല ഞാൻ പഠിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് നെഞ്ചുക്കുൾ പെയ്തൊരു മാമഴ ഇറങ്ങുന്നത്. ഇത് പെമ്പിളാർ വീഴും എന്നുള്ള അതല്ല പറഞ്ഞ എനിക്കൊരു 4 ആൾ എന്റെ കൈമ നോക്കി എന്റെ കൈ ഇറക്കും ഗിറ്റാർ വായിക്കുന്ന സമയത്ത്. പിന്നത്തെ ഗിറ്റാർ ഞാൻ മേടിച്ചത് ആ 3 ഗിറ്റാറും വേറെ ടൈപ്പ്. ആ 3ാമത്തെ ക്ലാസിക് ഗിറ്റാർ, അതിങ്ങനെ സാധനം വായിക്കണ്ട. ഇതൊക്കെ ഓരോന്ന് കാണുമ്പോൾ എനിക്ക് വായിക്കാൻ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നും. അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് ഇലക്ട്രിക് ഗിറ്റാർ മേടിച്ചപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചു ഞാൻ പഠിക്കാൻ പറ്റും. ഞാൻ എന്റെ ഇഷ്ടത്തിന് പഠിക്കൽ തന്നെ ഉള്ളൂ. ഓക്കെ. ഒരു 10 രൂപ 15 രൂപ പഠിച്ചു തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ. ഗിറ്റാർ എനിക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. എനിക്ക് ഗിറ്റാറല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള സാധനം. ഞാൻ 5ാം ക്ലാസ്സിൽ തബല പഠിക്കാൻ വേണ്ടി ഞാൻ വയലിൻ, എനിക്ക് വയലിൻ പഠിക്കാൻ പോയി. ആരും ഒന്നും പോയിട്ടില്ലെന്ന് എന്നിപ്പോ വയലിൻ പഠിക്കാൻ, പാട്ട് പഠിക്കാൻ, ഡാൻസ് പഠിക്കാൻ കുറെ നാളായിട്ട് പറഞ്ഞിട്ട് അവസാനം അച്ഛൻ എന്റെ ആഗ്രഹം മനസ്സിലാക്കി. അച്ഛൻ പോയി ഞാൻ അറിയാതെ സർപ്രൈസ് ആയിട്ട് ഡീൽ ചെയ്തെല്ലാം ഓക്കെ ആക്കിയിട്ട് എനിക്കിങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഈ നമ്പറിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് തന്നെ ഡീറ്റെയിൽസ് ആണ് അത് രജിസ്റ്റർ ചെയ്യാനാണെന്ന്. അപ്പോൾ ഞാൻ വയലിൻ പഠിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ പുള്ളി എന്തോ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ ഭയങ്കര പാടാണ് അങ്ങനെ എന്തോ ചോദിച്ച് എന്തോ കുറച്ച് പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീള് ഗിറ്റാറാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചേട്ടാ ഗിറ്റാർ വയലിനല്ലേ? വലിയ വ്യത്യാസമൊന്നുമില്ല, സത്യം. ഞാൻ അച്ഛനെടുക്കുന്നത് ഇത് മറ്റേതല്ല, ഇത് ഗിറ്റാറാണ്, എനിക്ക് അതല്ല. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ ഇത് പഠിക്കുക. എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ ഒരു എനിക്ക് എൻട്രൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം ആക്ച്വലി ഞാൻ പണ്ടും ഒരു കഴിവ് പോലെ തന്നെയാണ്. ഞാനാണെങ്കിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുവാണെങ്കിൽ ഞാനത് തിയറി വെച്ചിട്ടല്ല സോൾവ് ചെയ്യുന്നത്. ഞാൻ ആദ്യം അതിങ്ങനെ ഇവരെങ്ങനെയാണ് ചിന്തിക്കണം, ക്വസ്റ്റ്യൻ ഇത് എലിമിനേറ്റ് ചെയ്യുക, അങ്ങനെ ആ പെട്ടെന്ന് ചെയ്യേണ്ട ആ ഒരു സാധനം അങ്ങനത്തെ ഒരു സാധനം ഞാൻ നോക്കുക. അതെനിക്ക് അത്രയും താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുന്നത് കലാപരമായ കഴിവ് തന്നെയാണ്. അതൊരു കലയാണ് ശരിക്കും. 2 മണിക്കൂറിനകത്തല്ല, 2 മണിക്കൂറിൽ ആ സാധനം സത്യത്തിൽ ഞാനത് അതിൽ ഭയങ്കര താഴെ റാങ്കിലായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യണേ. എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കത്തില്ലെന്നല്ലേ പറയുന്നത്. എന്തോ എനിക്കെല്ലാം അല്ല, അപ്പൊ നമുക്ക് അവസാനം ചോദിക്കാം, അതായത് സ്റ്റാൻഡപ്പ് കോമഡി നമ്മൾ ഇത്ര നാളെ ചെയ്യുന്നത് നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ടോ? പഠിക്കാൻ തോന്നുന്നവർ പോയി പഠിച്ചു നോക്കാം. 2 ക്ലാസ് കഴിഞ്ഞിട്ട് ബോറടിക്കുന്ന മനസ്സിലാക്കാൻ നമുക്ക് ഇതിന് നമ്മുടെ പരിപാടി ഇൻട്രസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് വേണ്ടതല്ല. നമ്മള് ട്രൈ ചെയ്യാം, എന്തും ട്രൈ ചെയ്തെന്ന് തോന്നുന്ന സാധനം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അതിനോട് തന്നെ വീണ്ടും അല്ല അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ പറയാം, നമുക്കൊരു കോഴ്സ് ലോഞ്ച് ചെയ്യേണ്ടി വന്നാൽ എന്നാലും ഞാൻ പറയും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, വേറെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അല്ല ഞാൻ അത് നമ്മള് ചിലപ്പം അങ്ങനെ എടുക്കുന്ന എനിക്കറിയത്തില്ല. പൂനെയിലും മുംബൈയിലും ഒക്കെ 7-8 വർഷമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത് നന്നാവാത്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കമേഴ്ഷ്യൽ സാധനം ചെയ്യുന്ന കോഴ്സ് എടുക്കലാണ്. അതിന് ആൾക്കാർ വരാറുണ്ട്. ഞാൻ അതുകൊണ്ടല്ലോ ഒരാൾക്ക് ചിലപ്പോൾ അതുകൊണ്ട് നമ്മളിനി 2-3 വർഷം, ഞാൻ 2-3 വർഷം കഴിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി കോഴ്സ് എടുക്കേണ്ടി ഞാൻ പറഞ്ഞു. അല്ല കോഴ്സ് എടുക്കുന്നത് കൊണ്ട് മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ പറയുന്ന കാലം കൊണ്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കണം നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതാ, വീക്ക് പോയിന്റ് ഏതാ. അതുകൊണ്ട് ഇൻട്രസ്റ്റ് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ട്രൈ ചെയ്യാം. അതിലേതെങ്കിലും നമുക്ക് പറ്റിയതാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ബാക്കി കാലം നമുക്കത് ഫോളോ ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പോലെ ഫീൽ ചെയ്യില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും. അല്ല എല്ലാരെയും കൊണ്ട് എന്തും പറ്റും, നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ്റും. നമ്മളെ കൊണ്ട് എന്ത് പറ്റി നമ്മളാരും അല്ല. മരവാഴപ്പഴങ്ങൾ. താങ്ക് യു.